ഹലോ എവരി വൺ. മോളിവുഡ് ടൈംസ് എന്ന മൂവി കണ്ടു. ഡയറക്റ്റഡ് ബൈ അഭിനവ് സുന്ദർ നായക്, നമ്മുടെ മുകുന്ദുണ്ണി അസോസിയേറ്റ്സിന്റെ ഡയറക്ടർ, ആൻഡ് സ്റ്റാറിംഗ് ദ വൺ ആൻഡ് ഓൺലി നെസ്ലി. എനിക്ക് പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് അവസാനം വരെ, ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് നല്ല രീതിയിൽ പടം വർക്കായി. ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഇതൊരു ചെറുപ്പക്കാരന്റെ മനോജ് നൈറ്റ് ശ്യാമലിനെ പോലുള്ള ലെജൻസിനെയൊക്കെ ഇൻസ്പയർ ചെയ്ത് നടക്കുന്ന, അവരെയൊക്കെ കണ്ട് സിനിമയിലേക്ക് വരണമെന്ന് മോഹിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് മാത്രമാണ് ഈ സിനിമ കാണിക്കുന്നത്. കാരണം ഞാൻ സ്ട്രഗിൾസ് മാത്രം എന്ന് പറയാൻ കാരണം, ഇതിലൊരു ഹാപ്പി മൂമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇല്ല. ഒരു സ്ട്രഗിൾസ് മാത്രമാണ് ത്രൂ ഔട്ട് ഈ സിനിമ കാണിക്കുന്നത്. പിന്നെ മുകുന്ദനുണ്ണിയിൽ ഇതുപോലെ തന്നെ ക്യാരക്ടർ തന്നെ അവന്റെ സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇവിടെ പിടിച്ചിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഫുൾ ആൻഡ് ഫുൾ നെസ്ലിൻ പടമാണ്. ഡയറക്ടർ പറഞ്ഞ പോലെ നെസ്ലിൻ ഇല്ലെങ്കിൽ ഈ പടം ഇല്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതില് ചെയ്യാനുള്ളത് സത്യത്തിൽ നെസ്ലിന് മാത്രമേ ഉള്ളൂ. നെസ്ലിനെ കൂടാതെ കാസ്റ്റ് ആയിട്ട് ജഗദീഷ് ചേട്ടനുണ്ട്, അതുപോലെ ആവേശത്തിലെ അവനുണ്ട്, അവൻ ആ 3 പേരിലെ ഒരാള്. നല്ല പെർഫോമൻസ് തന്നെയാണ് അവിടുത്തെ എല്ലാ ആക്ടേഴ്സ് മാത്രമല്ല, എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ ആയാലും എല്ലാം അവര് നല്ല രീതിയിൽ അവരുടെ പാർട്ട് എന്താണോ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ടോട്ടലി ഒരു നെസ്ലിൻ പടം തന്നെയാണ്. അല്ലെങ്കിൽ ആ വിനീത് മാധവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റൂ. അത് നെസ്ലിൻ വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നെസ്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെസ്ലിൻ ഇതുവരെ ചെയ്തിട്ടുള്ള അവന്റെ കരിയറിലെ ഒരു ഡിഫറെന്റ് പാത്താണ് ഈ മൂവി. അതവൻ വളരെ കോൺഫിഡന്റ് ആയി വളരെ ഭംഗിയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്റർടൈനർ നെസ്ലിൻ ഒരു പെർഫോമർ നെസ്ലിനായി മാറിയ പോലെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. അതായത് അതിനൊരു സീൻ ഒരു പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയണം. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിന് മുൻപ് ഫസ്റ്റ് ഹാഫിന്റെ അവസാനമായിട്ടൊരു ക്ലോസപ്പ് സീൻ ഉണ്ട്. അതൊരു ഇമോഷൻ സീനാണ്. ആ ഇമോഷണൽ സമയത്ത് നെസ്ലിൻ ഇടുന്ന ചില എക്സ്പ്രഷൻസ് എത്ര ഭംഗിയായിട്ടാണ് പുള്ളി അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ മനസ്സിലായി മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളായി നെസ്ലിൻ എപ്പോഴും മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ആ പർട്ടിക്കുലർ സീന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അത്രയും നല്ലൊരു, നമ്മൾ ആരും തെരഞ്ഞെടുത്തത് മോശമായിട്ടില്ല പറയില്ലേ, നെസ്ലിനെ എല്ലാവരും കൂടി തെരഞ്ഞെടുത്ത് ഒരു താരപദവി കൊടുത്തിട്ടുണ്ടല്ലോ, സോക്കോൾഡ് താരപദവി കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അത് ഒരിക്കലും വെറുതെ ആയിട്ടില്ല, അതിനുള്ളതുണ്ട്, പുള്ളി ചെയ്തു വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മൂവി ഫുള്ള് സ്ട്രഗിൾസ് മാത്രമാണ്. അതുകൂടാതെ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസേഴ്സിന്റെ ഇടയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലായിക്കോട്ടെ ഉണ്ടാവുന്ന നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഡയറക്ടർ നമ്മുടെ മുൻപിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഈ സിനിമയിലൂടെ. ഇതിന് ഞാൻ സ്ട്രഗിൾ എന്ന് പറയുന്നതിന് അർത്ഥം ഒരു ഇമോഷണൽ മൂവി ഒന്നല്ല കേട്ടോ, ത്രൂ ഔട്ട് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ മൂവി ഒന്നല്ല. ഞാനിത് പറയാൻ കാരണം, ഈ സിനിമ എല്ലാവർക്കും വർക്കാവുന്ന ഒരു സിനിമയാണ്. അതായത് ഫാമിലി ഓഡിയൻസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു 80% അല്ലെങ്കിൽ 90% ആൾക്കാർക്ക് ഈ സിനിമ വർക്കാവുന്ന ഒരു മൂവിയാണ്. പക്ഷെ 2 തരത്തിൽ ഇത് വർക്കാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഈ സിനിമ അല്ലെങ്കിൽ ആ വിനീത് മാധവൻ എന്ന് പറയുന്ന നെസ്ലിൻ ചെയ്ത ക്യാരക്ടർ ആർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല രീതിയിലൊരു കണക്ഷൻ, 80% കണക്ഷൻ കിട്ടിയൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു കണക്ഷൻ കിട്ടുകയാണെങ്കിൽ ഈ സിനിമ വെറുതെ ഒരു കണ്ടുപോകുന്ന ആ നല്ല സിനിമ, അത്തരം ഒരു ഇതിന് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു ചിത്രമല്ല, മറിച്ച് ഒരു കുറച്ചേരം കൂടി നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ, കുറച്ചുകൂടി നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ഇമോഷണൽ ആക്കുന്ന രീതിയിലുള്ള ഒരു പടമാണ്. എല്ലാവർക്കും അങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണമെന്നില്ല ജീവിതത്തിൽ. അല്ലാതെ ഉണ്ടല്ലോ കുറെ, നമ്മളൊക്കെ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഏതെങ്കിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സ്ട്രഗിൾസുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വർക്കായ പോലെ എന്തായാലും വർക്കാവും. അല്ലാത്തവർക്ക് ഈ സിനിമ നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ ഒതുങ്ങി ആ രീതിയിലും പോവാം. കാസ്റ്റിന്റെ കാര്യത്തില് കുറച്ച് സർപ്രൈസിങ് എലമെന്റ്സ് ആയിട്ട് കുറച്ച് വേറെ സിനിമകളിലെ കുറച്ച് കഥാപാത്രങ്ങളെ കൂടെയൊക്കെ അല്ലെങ്കിൽ കുറച്ച് ആക്ടേഴ്സിനെ കൂടെയൊക്കെ ഡയറക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ വാവ് ഫാക്ടർ തോന്നിക്കുന്ന കുറച്ച് ആൾക്കാർ തന്നെയാണ്. അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആർട്ട് ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ആയിക്കോട്ടെ, കോസ്റ്റ്യൂമിന്റെ കാര്യം എടുത്തു പറയണം. അതായത് ഒരു റെട്രോ സ്റ്റൈലിലൊക്കെ ഒരു 1999, 2000 കാലഘട്ടത്തിലേക്ക് ഒരു റെട്രോ സ്റ്റൈൽ ഒരു കോസ്റ്റ്യൂം ഒക്കെയാണ് നെസ്ലിന് തുടക്കത്തിലുള്ളത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ, അതുപോലെ മേക്കപ്പ്, ഏതോ ഒരു സമയത്ത് ഇതിന്റെ ഹെയർ സ്റ്റൈൽ ആയിരിക്കുന്ന സമയത്താണ് നെസ്ലിന് കുറച്ച് ട്രോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ഫങ്ക് അവന് അത്ര ചേർച്ചയില്ല, ഫങ്ക് മാത്രം ബാക്കിലും ഫ്രണ്ടിൽ അത്രയ്ക്കില്ല, ആ ഒരു രീതിയിലുള്ള ഒരു സാധനം കുറച്ച് ട്രോൾസ് ആയിരുന്നു. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ റെട്രോ സ്റ്റൈലുള്ള ഷർട്ടും അല്ലെങ്കിൽ റെട്രോ സ്റ്റൈലുള്ള ഡ്രസ്സും പ്ലസ് ഈ ഫങ്കും ഒക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ ഫീല് കിട്ടും. കറക്റ്റ് നെസ്ലിന് കിട്ടേണ്ട ലുക്ക്, ആ സിനിമയിൽ വിനീത് മാധവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കിട്ടേണ്ട ലുക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. മ്യൂസിക് വന്നിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. പിന്നെ എഡിറ്റേഴ്സ് വന്നിരിക്കുന്നത് ഒന്ന് നിതിൻ രാജ് അരോളും അതുപോലെ മറ്റേത് നമ്മുടെ അഭിനവ് സുന്ദർ നായക് തന്നെയാണ്. പുള്ളി ഓൾറെഡി ഒരു എഡിറ്റർ ആണ്, എനിക്ക് തോന്നുന്നു ഗോദയിലൊക്കെ പുള്ളിയാണ് തോന്നുന്നു വർക്ക് ചെയ്തിട്ടുള്ളത്, ബേസിൽ ജോസഫിന്റെ ഒപ്പം ഒക്കെ.
പുള്ളി ഒരു എഡിറ്റർ ആയതുകൊണ്ട് തന്നെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. നല്ല രീതിയിൽ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ പുള്ളി പിടിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്, കുറച്ച് വെറൈറ്റി ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ പുള്ളി പിടിച്ചിട്ടുണ്ട്. പിന്നെ കളർ ഗ്രേഡിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ റെട്രോ സീൻസ് കാണിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കളർ ഗ്രേഡിങ്ങും, പിന്നെ ആർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്തെ ക്യാമറയും അന്നത്തെ തിയേറ്റർ സെറ്റപ്പുകളും അത്തരം കാര്യങ്ങളിലൊക്കെ അവർ സെറ്റ് ഇട്ടിരിക്കുന്നതായാലും ഒക്കെ വളരെയധികം നാച്ചുറൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് സിനിമ കണ്ട് തോന്നിയത്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. സിനിമ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കിയിട്ട് പറയാം. ഓക്കെ, ബൈ.